ദേശീയപാതയിൽ വാളറ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞതായി പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കോടതി അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ല. എന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ബോധപൂർവം പ്രചരണം അഴിച്ചുവിടുകയായിരുന്നുവെന്നും അദ്ദേഹം കോടതി ഉത്തരവ് പരാമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടി. വസ്തുതകൾ ജനം അറിയണമെന്നുണ്ടെങ്കിൽ കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയതായിട്ട് കൃത്യമായി വന്നിരിക്കുന്ന കോടതിയുടെ ഉത്തരവ് 19 പേജ് അടങ്ങുന്ന 11/7/2025 ആദ്യ ഇടക്കാല ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി 12/9/24 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നേരിമംഗലം വാളിയറം വനമേഖല ഭാഗത്ത് നൽകിയ പ്രാഥമിക അനുമതി പ്രകാരം നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് യാതൊരു തടസ്സമില്ലാതെ തുടരുമെന്നും കോടതിയുടെ മേൽക്കൊടുത്ത 2 ഇടക്കാല ഉത്തരവുകൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നാഷണൽ ഹൈവേ പ്രവർത്തനങ്ങൾക്ക് വനമേഖലയുടെ വിവിധ ഭാഗത്ത് നിയമപ്രകാരമുള്ള നടപടി നിയമപരമായി ചെയ്യുന്നതിന് കോടതി ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഹൈവേ പ്രവർത്തകർ തടസ്സപ്പെടുകയോ നിർത്തിവെക്കുന്നതിനോ നേരിട്ടുള്ള ഒരു ഉത്തരവും വേർപെടുത്തി 2 ഇടക്കാല കൊടുത്തിട്ടില്ല. പോണെന്ന് ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് വളരെ വ്യക്തമാണ്. അത് നിർത്തിവെക്കണമെന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുള്ളതായിട്ട് ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ജനങ്ങൾക്ക് നാട് ആവശ്യമുള്ള അവിടെ കൂടുതലായി കുറിച്ച് മരങ്ങളെ സംബന്ധിച്ച് ചെയ്തപ്പോൾ നടപടികൾ ചിന്തയമായി പോകണം എന്ന് മാത്രമേ പരാമർശിച്ചു. ഇപ്പം കോടതിയിലുണ്ടായ വിധിയുടെ വ്യാഖ്യ മാത്രമാണ് ഞാൻ വായിച്ചത്. അത് ഓപ്പണായി പറഞ്ഞാൽ അത് ഒരുപക്ഷെ കോടതി സാധിക്കും.